അങ്ങനെ അഗ്നിപരീക്ഷയുടെ 5-ാമത്തെ എപ്പിസോഡിൽ 4 പേര് ഔട്ടായിട്ടുണ്ട്. ഈ 4 പേര് ആരൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ 4 പേരെ തിരഞ്ഞെടുത്ത പ്രോസസ്സ് നമുക്ക് നോക്കാം. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പെൻഡന്റ് കിട്ടിയ 4 ടീം അംഗങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സ്റ്റേജിലേക്ക് വിളിച്ചതിന് ശേഷം ഹോസ്റ്റ് ഇവർക്കൊരു പവർ ഉണ്ടെന്ന് പറയുന്നു. ആ പവർ ഇവർക്ക് ക്യാപ്റ്റൻസി കൊടുക്കുകയാണ്. അങ്ങനെ 4 ക്യാപ്റ്റന്മാരെ എടുക്കുന്നു. ആ ക്യാപ്റ്റന്മാർക്ക് അവരവരുടെ ടീമിലേക്ക് ബാക്കിയുള്ളവരെ ഇഷ്ടമുള്ളവരെ 8 പേരെ വെച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഗെയിം എന്ന് പറഞ്ഞാൽ എം ആൻഡ് എക്ക് എന്ന് പറയുന്ന ഗെയിമാണ്. ആ ഗെയിം എന്ന് പറഞ്ഞാൽ 8 പാത്രത്തിൽ വിവിധ തരം ഭക്ഷണം നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നായി ഓരോരുത്തരെടുത്ത് കഴിക്കുമ്പം അവരുടെ ഫേസിലുണ്ടാകുന്ന വ്യത്യാസം എന്താണോ അതനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ടീം പറയണം അത് എം ആണോ എക്കാണോ എന്നുള്ളത്. അങ്ങനെ ഇതിന് ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡയസിൽ 4 ക്യാപ്റ്റന്മാരുടെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. ആ ഡയസ് ഇടുമ്പോൾ അതിൽ ഏറ്റവും മുകളിൽ വരുന്ന ആരാണോ അവരായിരിക്കും ആദ്യം കളിക്കുന്നത്. രണ്ടാമത് വരുന്ന ആരാണോ അവരായിരിക്കും ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്നത്. പക്ഷേ ഇത് എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. ആദ്യത്തെ 8 പേരുടെ കളി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബാച്ചിൻ്റെ 8 പേരുടെ കളിയാണ് നടക്കുന്നത്. അങ്ങനെ അവരെക്കുറിച്ചും മറ്റേവർ പറയണം. അങ്ങനെ കളി തുടങ്ങി. ആദ്യത്തെ ടീം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടീമിൽ ഫസ്റ്റ് കളിക്കാൻ ഇറങ്ങിയത് ഷിജിൻ ലാലായിരുന്നു. ഷിജിൻ ലാലും ടീമുമായിരുന്നു. സെക്കൻഡ് വരുന്നത് അവർക്ക് ഓപ്പോസിറ്റ് നിന്നത് ഷിൻജിത്തും ടീമുമായിരുന്നു. ഷിജിൻ ലാലിൻ്റെ ടീം അസലായിട്ട് കളിച്ചു. അവർക്ക് 9 പോയിന്റ് കിട്ടി. ഷിൻജിത്തിൻ്റെ ടീമിന് 7 പോയിന്റ് കിട്ടി. 2 പോയിന്റ് വ്യത്യാസത്തിൽ ഷിജിൻ ലാലും ടീമും ജയിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ ടീമിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുള്ള 4 പേരെ തിരഞ്ഞെടുത്തത് സോന, ഷാനോ, ജെറ്റി ആൻഡ് നന്ദകിഷോർ. ഈ 4 പേര് ഔട്ട് ഹൗസിലേക്ക് പോയി. അതിനുശേഷം വന്ന ടീം എന്ന് പറഞ്ഞാൽ പ്രവീണിൻ്റെ രചനയുടെയും ടീമായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ കളി. കാരണം ആദ്യം സ്കോർ ചെയ്തത് മൊത്തം പ്രവീണിൻ്റെ ടീമായിരുന്നു. രചനയുടെ ടീം പ്രവീണിൻ്റെ ടീം 6 പോയിന്റ് നേടി നിൽക്കുമ്പം രചനയുടെ ടീമിന് കിട്ടിയത് 2 പോയിന്റാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രചനയുടെ ടീമും കളിച്ചു കയറി. അവരും ഇവരും കൂടെ ടൈപ്പിലായത് കൊണ്ട് തന്നെ വീണ്ടും എക്സ്ട്രാ ഇവർക്ക് ഒരു ഗെയിം. ആ ഗെയിം 2 ടീമിൽ നിന്ന് ഓരോ അംഗങ്ങളെ വിളിച്ചിട്ട് അവർക്ക് ഒരു റോപ്പ് കൊടുക്കും. ആ റോപ്പിൽ മാക്സിമം നോട്ട് ഇടുക എന്നുള്ളതാണ്. നോട്ട് ഇട്ടതിന് ശേഷം ഈ ബസർ അടിക്കുന്ന സൗണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബസർ കേൾക്കുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യണം. അതിനുശേഷം ഇത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബസർ അടിക്കുമ്പം ഈ നോട്ടുകൾ ഓരോന്നായിട്ട് അടിക്കണം. അങ്ങനെ ആദ്യം നോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുന്ന ആരാണോ അവരും അവരുടെ ടീമുമായിരിക്കും പിന്നെ. അങ്ങനെ ഓരോ ടീമിൽ നിന്നും പ്രണവിനെയും വിശാഖിനെയും വിളിച്ചു. അവർ 2 പേരുമാണ് കളിക്കാൻ വന്നത്. പക്ഷേ അതിനകത്ത് വിജയിച്ചത് വിശാഖൻ ടീമുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷിജിൻ ലാലിനെയും പ്രണവിനെയും സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അതിൽ നിന്ന് വേസ്റ്റ് പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. അങ്ങനെ വേസ്റ്റ് പ്ലെയേഴ്സായിട്ട് തിരഞ്ഞെടുത്തത് വർഷയും ഷാമോനെയും സ്റ്റിനെയും പ്രണവിനെയായിരുന്നു. അത് കഴിഞ്ഞുള്ള എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്കും കുറച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം ഓരോ റിബൺ ഹാങ് ചെയ്തിട്ട് അതിൽ ഓരോ ഹാൻഡിലും പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഹാൻഡിലിൽ ഇവർ ഓരോരുത്തരായിട്ട് പിടിച്ചു നിൽക്കുമ്പം ജഡ്ജസ് വന്നിട്ട് ഇതിൽ നിന്ന് ഈ റിബൺ കട്ട് ചെയ്ത് സേവ് ആക്കുന്നവരാരാണോ അവർക്ക് ഹൗസിനുള്ളിലിരിക്കാം. ആ റിബൺ കട്ട് ചെയ്യാത്ത ആരുടെയാണോ അവർക്ക് ഔട്ടാകാം. അങ്ങനെ ആദ്യം വന്നത് രഞ്ജിനി ഹരിദാസാണ്. രഞ്ജിനി ഹരിദാസ് വന്നിട്ട് ജെറ്റിയെയും സോനയെയും സേഫാക്കി. അതിനുശേഷം വന്നത് അഖിൽമാരാണ്. അഖിൽമാരിൽ വന്നിട്ട് ഷിജിനെയും ഷാമോനെയും സേഫാക്കി. അതിനുശേഷമാണ് റിയാസ് വന്നത്. റിയാസ് വന്നിട്ട് പ്രണവിനെയും ഷിബിനെയും സേഫാക്കി. എനിക്ക് തോന്നുന്നു ഷിബിനയോട് കുറച്ചുകൂടെ ഒരു പേഴ്സണലി ഒരു താല്പര്യം, അതായത് നല്ലൊരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് റിയാസിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ കുട്ടി അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കറുത്തതായതുകൊണ്ട് അത് നേരിടേണ്ടി വന്ന ആ ഒരു സമ്മർദ്ദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ മനസ്സിൽ, അല്ലെ ജഡ്ജസിൻ്റെ ആയാലും BB ഹൗസിലുള്ളവരുടെ ആണെങ്കിലും മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കുന്നുണ്ടായിരിക്കും ഷിബിനെ അവർ സേഫാക്കിയത്. അങ്ങനെ ഇന്നത്തെ എലിമിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം.